ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള ഒരു ചിക്കനാണ്. പുളിയും മധുരവും ഒക്കെയുള്ള, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഞാനൊരു മീഡിയം സൈസിൽ ഒരു 8 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് മുളക് പൊടി. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തത്. നിങ്ങളുടെ എരിവ് നോക്കി നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ചിക്കൻ ഇപ്പോൾ വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡും കൂടി ഇനി വെന്ത് വരണം. ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിനൊരു സോസ് തയ്യാറാക്കാനുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളി ഇഞ്ചി സോസാണ് ഇതിനി തയ്യാറാക്കാനുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉരുള പുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. അതും ഇതുപോലെ തന്നെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത ഈ ശർക്കരയും കൂടി നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചിട്ട് തന്നെ എടുക്കണം, കാരണം അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചിയാണ്. അത് ചെറുതായി അരിഞ്ഞതാണ്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. 1 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇനി നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ശർക്കര ഉരുക്കിയതാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. ഇതിൻ്റെ ഒരു മധുരവും പുളിയും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം.
ഇതിവിടെ റെഡിയായി. ഇനി ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോയിൽ വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കണം. ഇനിയൊരു നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്.